പുന്നപ്ര എഞ്ചിനീയറിംഗ് കോളേജിലെ 2020-24 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഒക്ടോബർ 5 നടക്കും. 2008 ആരംഭിച്ച പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറിമണി ആദ്യമായി ഈ വർഷം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഒക്ടോബർ 5 നമ്മുടെ ക്യാമ്പസിലെ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നത്. ഈ ഗ്രാജുവേഷൻ സെറിമണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാവുന്നത് അതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പോഴാണ്. നമ്മുടെ സർവകലാശാലകളുടെ ഒരു ചരിത്രമായി ഈ ഗ്രാജുവേഷൻ സെറിമണിക്ക് ബന്ധമുണ്ട്. ലോകത്തിലെ സർവകലാശാലകൾ നമ്മുടെ നാട്ടിലുള്ള അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് യൂണിവേഴ്സിറ്റി സിസ്റ്റം, ഡയറക്റ്റായി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാണ് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ ഡിഗ്രി എടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അഫിലിയേറ്റഡ് കോളേജുകളാണ്. യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി എടുക്കുന്ന കുട്ടികൾക്കെല്ലാം കോൺവെക്കേഷൻ വഴി അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വളരെ മഹത്തായ ഒരു ചടങ്ങ് നടത്താറുണ്ട്. ആ ചടങ്ങിൻ്റെ അവരുടെ ജീവിതകാലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് അത് കൺസിഡർ ചെയ്യപ്പെടുന്നത്. സംസ്ഥാന സഹകരണ വകുപ്പ് സ്ഥാപനമായ കോപ്പിന് കീഴിലുള്ള 9 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് ആലപ്പുഴയുടെ അഭിമാനമായി പ്രവർത്തിച്ചു വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്ര. 2024 അധ്യയന വർഷത്തിൽ അവസാന വർഷ പരീക്ഷയിൽ മികച്ച വിജയവും ഒപ്പം രാജ്യത്തെ പ്രശസ്തങ്ങളായ വിവിധ കമ്പനികളിൽ പ്ലേസ്മെന്റും നേടിയ വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ ആദരവ് നൽകുന്നത്. ചടങ്ങിൽ IIT കോട്ടയം ഡയറക്ടർ ഡോക്ടർ രാജീവ് ഭാസ്കർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 123 വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നൽകുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ചടങ്ങിൽ നമ്മൾ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് IIIT, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം, അവിടെ ഡയറക്ടറായ ഡോക്ടർ രാജീവ് വി ധരാസ്കർ സാറാണ്. സാറിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ മുഖ്യാതിഥികളായി നമ്മളുടെ ചടങ്ങിനെ ആശംസിക്കുവാൻ വേണ്ടി എത്തുന്നത് കേപ്പിൻ്റെ ഡയറക്ടറായ ഞങ്ങളുടെ കേപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ താജുദ്ദീൻ സാറുണ്ട്, ഡോക്ടർ താജുദ്ദീൻ. ആൻഡ് അതിൻ്റോടൊപ്പം തന്നെ KTUവിൻ്റെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അതിൻ്റെ കീഴിലാണ് നമ്മളുടെ ഈ കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. KTUവിൻ്റെ ഡീൻ അക്കാഡമിക്സ് ആയ ഡോക്ടർ വിനു തോമസ് സാറും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.